ഇവിടെ അച്ചുവിന് കുറച്ച് നാളായിട്ടൊരു സ്വഭാവം ഉണ്ടായിരുന്നേ. എത്ര ചെറിയ പൈസ കിട്ടിയാലും എടുത്തൊരു പേഴ്സിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. വേറെ ഒന്നിനും അത് യൂസ് ചെയ്യത്തില്ല. ഇതെന്തിനാ ഈ സൂക്ഷിച്ച് വെക്കുന്നതെന്ന് ആദ്യം മനസ്സിലായില്ല കേട്ടോ. പിന്നെ ഒരു ദിവസം എന്നോട് പറഞ്ഞു, നമ്മുടെ കുഞ്ഞിയുടെ അത്ര ചെറുതല്ലെങ്കിലും ഒരു കുഞ്ഞി മോൾ അച്ചുവിനുണ്ട് കേട്ടോ, പേര് അല്ലു. അല്ലു കുറെ നാളായി ഒരു പാദസരം വേണമെന്ന് വാശി പിടിക്കാത്ര. കൊച്ചനാണെങ്കിൽ ഇതുവരെ ഗോൾഡ് എടുത്തിട്ടില്ല. അപ്പൊ സ്വർണ്ണ പാദസരം തന്നെ മേടിക്കണം എന്ന് അച്ചുവിനൊരാഗ്രഹം. അല്ലെങ്കിൽ മക്കളുടെ കാര്യം വരുമ്പോ അമ്മമാരങ്ങനെയാണല്ലോ. അങ്ങനെ കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങി ഷോപ്പിങ്ങിന് പോയത് റോള ഭീമ ജ്വല്ലേഴ്സിലാണ് കേട്ടോ. അവിടെ ചെന്നു നേരെ പാദസരം സെക്ഷനിലേക്ക് പോയി കളക്ഷൻസ് ഒക്കെ നോക്കി. ഇനി കളക്ഷൻ കൂടുതൽ ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല, ഞങ്ങൾ രണ്ടുപേരും കൺഫ്യൂസ്ഡ് ആയി. ലാസ്റ്റ് അല്ലുക്കുട്ടീനെ തന്നെ വിളിച്ച് മോളെ കൊണ്ട് തന്നെ സെലക്ട് ചെയ്യിപ്പിക്കാം എന്ന് തീരുമാനിച്ചു. കണ്ടിരിക്കാൻ നല്ല രസമുള്ള ഒരു മൊമെന്റ് ആയിരുന്നു കേട്ടോ അത്. അതിനിടയിൽ എവിടെയോ എന്റെ ശ്രദ്ധ ഒന്ന് മാറിപ്പോയി. അവിടുത്തെ ജ്വല്ലറി കളക്ഷൻസ് കണ്ട് ഞാൻ പ്രലോഭിക്കപ്പെട്ടു. എന്റെ കാട്ടിക്കൂട്ടലൊന്നും അച്ചു മൈൻഡ് ചെയ്തില്ല. കാരണം എന്താ, ജ്വല്ലറി ഷോപ്പിൽ പോയാൽ ഞാൻ എങ്ങനെയായിരിക്കും നന്നായിട്ട് അറിയാം. അപ്പൊ പിന്നെ ബിഗ് സെയിൽ നടക്കുമ്പോ പറയണ്ടല്ലോ. ഡയമണ്ട് ജ്വല്ലറിക്ക് 65% ഓഫർ. എങ്ങനെയുണ്ട്? ഇത് കേട്ടത് ഞാൻ ആ സെക്ഷനിലോട്ട് പോയി. ഈ സമയം കൊണ്ട് അച്ഛൻ്റെ ബില്ലിംഗ് എല്ലാം കഴിഞ്ഞു. പക്ഷെ ഞാൻ ഇവിടെ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ നെക്ക് പീസസ് ഞാൻ ട്രൈ ചെയ്തു. അപ്പോഴവർ പറയുന്നത് ഡയമണ്ടിന് മാത്രമല്ല, സെലക്ടഡ് ഗോൾഡ് പീസ് റേറ്റ് ഐറ്റംസിനും 75% ഓഫ് ഉണ്ടെന്ന്. പിന്നെ അതിലെ ചില വെറൈറ്റീസ് ഇട്ടിട്ടുള്ള ഷോ ആയിരുന്നു കുറച്ചു നേരം. ഇതെല്ലാം എടുക്കാനുള്ള പ്ലാൻ ഒന്നുമില്ല, പക്ഷെ കളക്ഷൻസ് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടി. റിങ്സും പെൻഡൻസും ഒക്കെ സൂപ്പർ. ചിലതിനൊക്കെ 1% മേക്കിംഗ് ചാർജേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്റെ ഈ കാട്ടിക്കൂട്ടൽ കണ്ട് വിജൃംഭിച്ചിരിക്കുന്ന അച്ഛനെ കണ്ടോ. എന്നിട്ട് വരെ ഞാൻ നിർത്തിയില്ല, കാരണം മാലയുടെ സെക്ഷൻ അതിലും അടിപൊളിയായിരുന്നു. അച്ഛന്റെ ഇരിപ്പിലും ഭാവത്തിലും ഉണ്ടായിരുന്നു. ഇതിപ്പോ ആർക്ക് വേണ്ടിയിട്ടാ ഇങ്ങോട്ട് വന്നത് എന്നൊരു ഇത്. പക്ഷെ സർപ്രൈസ്, എനിക്ക് മനസ്സിന്ന് വിട്ട് കളയാൻ പറ്റാത്തൊരു നെക്ക് പീസ് ഞാനും ചൂസ് ചെയ്തു കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ഡേയില് എനിക്കും ഒരു ഭാഗമാവാൻ കഴിഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഓവർ സന്തോഷം കൊണ്ടാണോ കുറച്ച് പൈസ ലാഭിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, ഞങ്ങൾക്ക് വല്ലാത്തൊരു മധുര ക്രേവിങ്സ് വന്നു. അത് ഞങ്ങൾ ഒരു മാംഗോ ഊപ്സ് വാങ്ങി കഴിച്ച് റെഡിയാക്കി. നിങ്ങൾക്കും ഗോൾഡ് വാങ്ങി സന്തോഷിക്കണമെങ്കിൽ മറക്കണ്ട, റോള ഭീമ ജ്വല്ലേഴ്സിൽ ബിഗ് ഭീമ സെയിൽ ഇസ് ഹാപ്പനിങ്. ബൈ ബൈ.